ബനാറസിയുടെ ലുക്ക് ആണെങ്കിലും ഇതിനകത്ത് നമ്മളുടെ കാഞ്ചീപുരത്തിന്റെ പോലെയുള്ള പീകോക്ക് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഭഗൽപുരിയിലെ നല്ല രസമുള്ള ഒരു പാറ്റേണിൽ ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സാരി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ഒരു ഒക്കേഷണൽ വെയറിന് നമുക്കൊരു ട്രഡീഷണൽ ലുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ബോഡിയിൽ വന്നിരിക്കുന്ന വീവിങ് പാറ്റേൺ മൾട്ടി കളേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ത്രെഡും സെറിയും ആയിട്ടുള്ള ഒരു ഗോബി ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത് ഹെവി ആയിട്ടുള്ള ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു റിച്ച് ലുക്കിൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സാരിയുടെ ഓവറോൾ പാറ്റേൺ. ആൻഡ് ബ്ലൗസും ഫുള്ളി ബ്രൊക്കേഡിലാട്ടോ വന്നിരിക്കുന്നത്. ഷോർട്ട് ബനാറസി ലുക്കിൽ ആണ് അതിൻ്റെ ഒരു പല്ലുവിൻ്റെ ഇൻസൈഡ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീകോക്കിൻ്റെ തന്നെ ഒരു വേരിയേഷൻ ആണ്. പീകോക്കിൻ്റെ ഡിസൈൻ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൾട്ടി കളർ വീവിങ് ആൻഡ് സെറി. ഇതൊരു ആൻറ്റിക് ഗോൾഡൻ ടോണിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ആ ഒരു സെറിയുടെ കുറച്ചൊരു ബ്രൈറ്റ്നെസ് ആൻറ്റിക് ഗോൾഡിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഉള്ള ലുക്കിലാണ് വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. രണ്ട് സൈഡിലെയും ബോർഡർ ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കളർ കോമ്പിനേഷൻസ് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. 2899 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് SK 300 എന്ന കോഡിലായിരിക്കും അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ബോഡിയിൽ ആ ഒരു മൾട്ടി കളറിൻ്റെ അകത്ത് ഈ ഒരു ഓറഞ്ച് ടോണും കൂടെ, ഈ ഓറഞ്ച് അല്ല എന്നാലും ഞാൻ ഓറഞ്ച് ഷെയ്ഡ് ഒന്ന് മാച്ച് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. ആൻഡ് ഇത് ഒരു ഭഗൽപുരിയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ലൈറ്റാണ് ആ ഒരു ഫീല് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഫ്യൂ വാഷസ് ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു സർഫസ് ഫിനിഷിങ് നമുക്കൊരു ടസറിൻ്റെ പോലെയൊക്കെയുള്ള ഒരു സർഫസിന് ഒരു ഷീൻ കിട്ടുന്ന ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല അത്ര ആദ്യമൊക്കെ. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊന്ന് ഫസ്റ്റ് ഫ്യൂ വാഷസ് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് പിന്നെ ഒന്ന് ഡിപ്പ് വാഷൊക്കെ ചെയ്തെടുക്കുന്നത് കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഫസ്റ്റ് കളർ ഈ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡ്. പക്ഷേ ഒരു ഏർലി ടോൺ ഭഗൽപുരിയിൽ നിന്നുണ്ടായതുകൊണ്ട് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് അകത്ത് വന്നിരിക്കുന്ന വീവിങ് പാറ്റേൺ ഒരു 4 കളറിലാണ് കേട്ടോ. പിങ്ക് ഉണ്ട്, ഓറഞ്ച്, ഗ്രീൻ ആൻഡ് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡിലും കൂടെ ആയിട്ടാണ് കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് പിങ്ക് ആൻഡ് ദെൻ ലെറ്റ്സ് സീ ദി റെസ്റ്റ് ഓഫ് ദി കളേഴ്സ്. അതിനകത്ത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ആണ് കേട്ടോ. ലൈറ്റ് പിങ്കിലാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാം വീഴുമോ തോന്നുന്നു. ആൻഡ് ഇതൊരു ബേബി ഷെയ്ഡാണ്. അതൊരു ഭയങ്കര സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ. ആണ് എൻ്റെ ലുക്ക് വരുന്നത്. അതിനകത്ത് കുറച്ചും കൂടി ഈ വീവ് പാറ്റേൺസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ആൻഡ് ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ പാറ്റേൺ വരുന്നത്. ഫുൾ ബ്രൊക്കേഡ് ലുക്കിലാണ് ബ്ലൗസ് വീവ് ചെയ്തേക്കുന്നത്. നല്ല വിത്തൊക്കെയുള്ള ബ്ലൗസുമാണ്. ആൻഡ് ആ ഒരു ഗോൾഡൻ ടോൺ ഇന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദി പിങ്ക് ഷെയ്ഡ്. ഒരു ലൈറ്റ് ബേബി ഷെയ്ഡിലോട്ട് പോയിരിക്കുന്ന പിങ്കാണ്. വെരി ക്ലോസ് ടു ബേജ് ആണ്. ദെൻ വി ഹാവ് ബേജ്. ഗോൾഡൻ ബേജ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഫുൾ ലുക്ക് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പ്ലീറ്റ് ഒക്കെ എടുക്കാനും എളുപ്പമാണ്. നമുക്ക് ഈ ഒരു ലുക്ക് അല്ലെങ്കിൽ ഈ ഒരു ബേസ് മെറ്റീരിയൽ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബേസാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടുള്ളവർക്കാണെങ്കിൽ ഒക്കെ ഫാമിലിയർ ആയിരിക്കും. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഉടുക്കാൻ വളരെ കൺവീനിയൻറ്റുമാണ്. ആൻഡ് ദെൻ എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് ഒന്നുമല്ല. നല്ല ഉടുത്ത് കഴിയുമ്പോൾ ഒരു ക്ലാസി ടോണാണ്. ഇതിനകത്ത് എനിക്ക് ആ ഒരു ഗോൾഡിൻ്റെ ടോണും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു രസമാണ്. അതിൻ്റെ കൂടെ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കൂടുതലൊരു ഡേ ടൈം ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഫങ്ഷൻ അങ്ങനത്തെ ഉള്ള ഒരു ലുക്കിനാണ് സൂട്ടബിൾ ആവുക. 2899 പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. It's worth the cost. This is the whole look. നല്ല പ്രൈസ് റേഞ്ചിൽ അഫോർഡബിൾ ലുക്ക് തന്നെയാണ്. കല്യാണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കൊക്കെ കൊടുക്കാൻ ക്ലാസ്സിയാണ്. ഇത് പ്രത്യേകിച്ച് ഈ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നുന്നു അമ്മമാരാണെങ്കിലും ഒക്കെ ഉടുക്കാൻ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ കോഡ് വരുന്നത് SK 300, പ്രൈസ് 2899. ഈ ഒരു ഓർഗൻസ സാരിയുടെ ലുക്ക് കണ്ടിട്ട് മിനിമം ഒരു എത്ര റേഞ്ച് തോന്നുന്നുണ്ടെന്നൊന്ന് ഗസ് ചെയ്യാമോ? ഇത് പ്രൈസ് റേഞ്ച് വളരെ നല്ലൊരു പ്രൈസ് റേഞ്ച് ആണെന്ന് പറയാൻ കേട്ടോ. കാരണം ഇത്രയും ഒരു നല്ല രസമുള്ള ഒരു പാർട്ടി വെയർ ലുക്കിലൊക്കെ വരുന്നത് നമുക്ക് നല്ലൊരു എല്ലാവർക്കും ഒക്കെ കുറച്ചും കൂടി ഒരു അഫോർഡബിൾ റേഞ്ചിൽ നമ്മളാക്കാൻ വേണ്ടിയിട്ട്
അതിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലും ഒക്കെ നമ്മളതിനകത്ത് പേൾസ് ഫുള്ള് വരുന്നുണ്ട് കേട്ടോ. അതൊരു ഹാഫ് പേൾസ് സ്റ്റിക്കിംഗ് ഡീറ്റെയിൽ ആയിട്ടും ഫുള്ളായിട്ട് എംബ്രോയിഡറി ലുക്കിലും കൂടെയൊക്കെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് പേസ്റ്റൽ കളേഴ്സിലും വന്നിരിക്കുന്ന ഓർഗൻസ സാരീസ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഡീറ്റെയിൽ കാണാം. അപ്പോൾ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3699 ആണ് കേട്ടോ. ഇത് ഈ ഒരു സാരി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന പാർട്ടി വെയർ സാരീസ് നമ്മൾ ലോഞ്ച് ചെയ്തേക്കുന്നത് എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഇപ്പം ഹെവിയർ ആക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ആൻഡ് ആഡ് എ ലിറ്റിൽ മോർ ഡീറ്റെയിൽ ടു ഇറ്റ്. ഇപ്പോൾ ജെർക്കിൻ സ്റ്റോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് ആകെപ്പാടെ മാറും. നമുക്കിപ്പോൾ ഈവൻ ബ്രൈഡ്സിൻ്റെ സിസ്റ്റേഴ്സിനും അങ്ങനെയൊക്കെ കൊടുക്കാനാണെങ്കിലോ ഒക്കെ നല്ല ഭംഗിയായിട്ട് വരുന്ന നല്ലൊരു കളക്ഷനാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ യു ക്യാൻ ഈവൻ ആഡ് കളേർഡ് പേൾസ് ഇൻ ടു ദിസ് ആൻഡ് ഹാവ് എ റിയലി ബ്യൂട്ടിഫുൾ എന്താ പറയുക ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസൊക്കെ വേണമെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഷെയ്ഡും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ വർക്ക് ചെയ്യാനായിട്ട്. സോ ഇഫ് യു വോണ്ട് മേക്ക് ഇറ്റ് ഹെവിയർ, അപ്പോൾ ഇതിങ്ങനെ തന്നെ എടുക്കാനാണെങ്കിലും ഇറ്റ്സ് എ പെർഫെക്റ്റ് ലുക്ക്. ഓർഗൻസയിൽ നമുക്ക് ഒരു ഒട്ടിക്കിടക്കുന്ന ഓർഗൻസ അല്ല, കുറച്ചൊരു സെമി ഓർഗൻസ, അപ്പോൾ ആ ഒരു കുറച്ചൊരു സ്റ്റിഫർ ഫീലിൽ വന്നിരിക്കുന്ന ഓർഗൻസ ലുക്കാണ്. ആൻഡ് ഇതിനകത്ത് സ്കാലപ്പ് ലുക്കിലാണ് വൈറ്റ് ത്രെഡ് ഓഫ് വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സ്കാലപ്പ്. ആൻഡ് അതിനകത്ത് ഫുള്ളായിട്ട് സ്റ്റിക്കിങ് ആണ് ഇതിനകത്ത് പേൾസിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക്. അപ്പോൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിനകത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ ലുക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പല്ല് വരയ്ക്കും കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ പോർഷനിൽ H2H സ്കാറ്റേഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഒരു 3 പെറ്റൽ ലുക്ക് വന്നിട്ട് താഴോട്ട് മുട്ടിന് താഴോട്ട് ആ ഒരു ഹാഫ് പോർഷൻ വരേക്കുമാണ് വന്നിരിക്കുന്നത്. മുട്ടിന് താഴോട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഹാഫ് പോർഷൻ വരേക്കും വന്നിരിക്കുന്ന വർക്കാണ്. അപ്പോൾ ദിസ് ഇസ് എ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ പേസ്റ്റൽ ടോണിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിനാണ്. ആൻഡ് ദ ബ്ലൗസ് ഇസ് നെക്സ്റ്റ് പാർട്ട്. നന്നായിട്ട് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതും ഇത് തന്നെയാണ്. അതിനകത്ത് ഫുള്ളായിട്ട് വർക്ക്ഡ് ആയിട്ടുള്ള ബ്ലൗസ്. ഇപ്പോൾ ഞാൻ റോങ് സൈഡിലാണ് പിടിച്ചത്. ഫുള്ളി വർക്ക്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. സ്ലീവ്സ് വരുന്നുണ്ട്. നമുക്കൊരു എൽബോ വരേക്കും ഈസി ആയിട്ട് കിട്ടുന്ന സ്ലീവ് ലെങ്ത് ആണ്. ആൻഡ് നല്ല ഡീപ്പായിട്ടുള്ള നെക്ക് കൊടുത്തിട്ടുള്ള ബാക്ക് പാനലും കൂടെ അതിനകത്ത് വർക്ക്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പ്ലെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് വരുന്നത്. അപ്പോൾ ബാക്ക് വരുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് ഹെവി ആകുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സോ ദാറ്റ് വാസ് ദി ബ്ലൗസ്. ആൻഡ് ഇതിൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. ഓർഗൻസയാണ്, പക്ഷെ ട്രാൻസ്പെറൻ്റ് ആയിട്ടേ വരത്തുള്ളൂ. ഇതിൻ്റെ റിവേഴ്സ് സൈഡ് നമുക്കൊന്ന് നോക്കാം. റോങ് സൈഡിൽ വരുമ്പോഴത്തേക്ക് എംബ്രോയിഡറി ആയത് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ നീറ്റ് ഫിനിഷിങ്ങിലാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ആണ് എൻ്റെ ഫുൾ ലുക്ക്. ആൻഡ് പല്ലു സെയിം ഡീറ്റെയിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കളർ വേരിയേഷൻസ് ഒന്ന് ക്വിക്കായിട്ട് കാണാം. സോ ദിസ് ഇസ് എ ഗ്രീനിഷ് ടോൺ, പക്ഷെ ഒരു ചെറിയ ഗ്രേറ്റിനും കൂടി വന്നിട്ടുള്ള ഷെയ്ഡാണ്. ആൻഡ് ദെൻ വി ഹാവ് പിങ്ക്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി വരാ വെച്ചാൽ വൺ സൈഡിലാണ് നമുക്കൊരു ചെറിയൊരു ബേജി ടോണിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഡബിൾ ഷെയ്ഡ് നമുക്ക് തോന്നുന്ന രീതിയിൽ. അപ്പോൾ യെല്ലോയിൽ നമുക്ക് ആ ഒരു ബേജിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്ട് അത്രയ്ക്ക് അറിയത്തില്ല. ഈ ഒരു ടോണിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ബ്ലൗസ് എല്ലാം സെയിം ഡീറ്റെയിൽ തന്നെയാണ്. ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. സോ വെരി പ്രിറ്റി കളർ. അപ്പോൾ ഈ ഷെയ്ഡ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കണ്ണു അടച്ചെടുക്കാം. നമുക്കൊരു ഗ്യാരണ്ടിയാണ്, അതൊക്കെ നല്ല ഭംഗിയാണ് എന്നുള്ള കാര്യത്തിൽ. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ഷെയ്ഡ്. ഇതും ഒരു ലാവൻഡർ ടിൻറ്റഡ് ആയിട്ട് ഗ്രേ സ്റ്റോൺ അതിനകത്ത് ചെറുതായിട്ട് ആ ഒരു ഡബിൾ ടോണിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. സോ ദിസ് ഇസ് എ ലൈലാക്ക് ടോണിൽ വന്നിട്ടുള്ളത്. ആൻഡ് ദെൻ വി ഹാവ് പീച്ച് ഷെയ്ഡ്. എല്ലാ കളേഴ്സും ഞാൻ പറഞ്ഞില്ല, ഇത് ഈ ഒരു കളക്ഷൻ്റെ അകത്ത് എല്ലാ കളേഴ്സും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3699 പ്രൈസ് റേഞ്ചും അത്രേ വരുന്നുള്ളൂ. ഇതാണ് എൻ്റെ വെയർ ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്ക് വരുന്നത്. ട്രാൻസ്പെറൻസി ലൈറ്റായിട്ടുണ്ട്. കുറച്ച് ലോങ്ങർ ബ്ലൗസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി നൈസ്. അപ്പോൾ എല്ലാവർക്കും വെയർ ചെയ്യാം കേട്ടോ. അതൊന്നും നമ്മൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് ഓർഗൻസ് ആയതുകൊണ്ട് പലരും മടിക്കും. പക്ഷേ ഇത് ആക്ച്വലി ഓർഗൻസ് നമുക്ക് ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര കണ്ണാടി പോലെ ആവാണ്ട രീതിയിലും കണ്ണാടിയാണ്, പക്ഷേ എന്നാലും നമുക്കത് അതിനെ വിസിബിൾ ആവാത്ത രീതിയിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഒന്ന് പിൻ ചെയ്തൊക്കെ വെച്ചാൽ മതി. അതനുസരിച്ച് നമ്മൾ ഒക്കേഷണൽ വെയർ ആയിട്ടാണ് ഇതൊക്കെ വരുന്നത്. കാഷ്വലായിട്ട് അത്രയ്ക്ക് വെയർ ചെയ്യാറില്ല. അപ്പോൾ യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഗെറ്റ് ദിസ്. ഇറ്റ്സ് എ റിയലി ഗുഡ് ലുക്ക്. BLD എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലിങ്ക് വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ് ആൻഡ് ഗോ ടു ദ പ്രോഡക്റ്റ് പേജ് ഡയറക്ട്ലി.
ഗോൾഡൻ ലൂറക്സ് യാൻസ്, അതും ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടൊന്നും അല്ല, നല്ലൊരു സട്ടിൽ കളറിൽ വന്നിരിക്കുന്ന ഭഗൽപുരി ലിനൻ സാരി ആൻഡ് ബഡ്ജറ്റ് റേഞ്ചിലുമാണ് വന്നിരിക്കുന്നത്. അപ്പം നല്ല കുറച്ച് കളേഴ്സിനകത്ത് വന്നിട്ടുള്ള ആ ഒരു സ്ട്രൈപ്പ് ലുക്ക്, അപ്പം നല്ലൊരു ടോളർ ഫീലിലൊക്കെ. ഞാൻ ആക്ച്വലി കുഞ്ഞു ഹീലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതിനകത്തും എനിക്ക് അത്രയും ഷോർട്ടർ ഫീലൊന്നും വന്നിട്ടില്ല. ഇത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു അടുക്കി കുത്തി കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന സാരിയാണ്. അപ്പം നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലൊരു ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈവൻ റെഡി ടു വെയർ ഒക്കെ ആക്കിയാലും നല്ല സാരീസാണ് കേട്ടോ. നമുക്ക് എല്ലാ സാരീസിലും നമുക്ക് ആഡ് ഓൺ ആയിട്ട് ആ റെഡി ടു വെയർ ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സാരിയൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സിംഗിൾ ലെയറിൽ ഇടാനാണെങ്കിലും നല്ല ഭംഗിയാണ്. അപ്പോൾ ലോ പ്ലീറ്റ്സ് മാത്രം സെറ്റ് ചെയ്ത് യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദി ആഡ് ഓൺ ഓപ്ഷൻ. അപ്പോൾ വളരെ റേഞ്ച് ആക്ച്വലി കുറവാണ്. 199 നമുക്ക് അതിനകത്ത് ആഡ് ഓണിന് ഓപ്ഷൻ വരുന്നുള്ളൂ. ആൻഡ് അത് നമുക്ക് നല്ല കളറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂയി വയലറ്റി ടോൺ വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് ഒന്ന് കാണാം. ആൻഡ് എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനകത്തും ഇതേപോലെയുള്ള ഈ ഒരു ഷെയ്ഡ്, ഗോൾഡൻ ഷെയ്ഡ്, നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. കണ്ടോ, റാണി പിങ്കിൻ്റെ കൂടെ ആണെങ്കിലോ, ഒരു നല്ല മെറൂൺ ഷെയ്ഡ് ആണെങ്കിലോ, റോയൽ ബ്ലൂവിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിറ്റി ഓപ്ഷനാണ് അതിനകത്ത് ആ ഒരു ഗോൾഡൻ ടോൺ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്ട്രൈപ്സ് ഒന്ന് സട്ടിലായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൺലി പ്രൈസ്ഡ് at 1099. ഭയങ്കര ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ഉടുക്കാൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതാണ്. നമ്മൾ മുന്നേ വീഡിയോസിൽ ഞാനിങ്ങനെ അപ്പർ പ്ലീറ്റ്സ് എടുക്കുന്നതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ലോ പ്ലീറ്റ്സ് എടുക്കാൻ നമുക്ക് ഈസി ടെക്നിക്കിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. കാരണം വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. താഴെയൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കും, ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ഒരു സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് വയലറ്റ് ഇൻറ്റഡ് ബ്ലൂ ഷെയ്ഡ് ആൻഡ് വി ഹാവ് ഒരുപാട് ബ്രൈറ്റ് അല്ലാത്ത ഒരു യെല്ലോ ടോണിലോട്ട് പോയേക്കുന്ന ഗോൾഡൻ ഷെയ്ഡിൻ്റെ ലൂറക്സ് യാൻസ് ആണ് അതിനകത്ത് വീവിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത്. ഭഗൽപുരി ലിനൻ പവർ ലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. ഫസ്റ്റ് ഫ്യൂ വാഷസ് ഇഫ് യു ക്യാൻ ഡ്രൈ ക്ലീൻ ഇറ്റ് പ്ലീസ് ഡു ദാറ്റ്. ബിക്കോസ് നമ്മുടെ ഒരു സർഫസ് ഫിനിഷിങ്, ആ ടസറിൻ്റെ പോലത്തുള്ള ഒരു സർഫസ് ഫിനിഷിങ് ഒക്കെ കൊടുത്തേക്കുന്നത് സ്റ്റേ ചെയ്യാനായിട്ട് ബെറ്റർ ഓപ്ഷൻ ഡ്രൈ ക്ലീനിങ് ആണ്. ആൻഡ് ഈ ഒരു കളറും നമ്മൾ ചില സാരീസൊക്കെ നമുക്ക് ഇതിനകത്ത് ഹാൻഡ് ആൻഡ് പ്രോസസ്സിനകത്തൊക്കെ വരും. പിന്നെ കളർ ഡാർക്ക് ഷെയ്ഡ്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഇറ്റ് ടെൻസ് ടു ബ്ലീഡ് എ ലിറ്റിൽ ബിറ്റ്, ഫെയ്ഡായി പോകത്തില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടുള്ള ഒരു ഫെയ്ഡ് ടെൻഡൻസീസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഇതിൻ്റെ അകത്ത് വരും. സോ ഇഫ് യു ക്യാൻ പ്ലീസ് ഡ്രൈ ക്ലീൻ ഇറ്റ്. സോ ഇതാണ് എൻ്റെ ക്രീമി ഷെയ്ഡാണത്. ക്രീമിൻ്റെ കൂടെ ഗോൾഡൻ ഓപ്ഷൻ. റണ്ണിങ്ങിൽ തന്നെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ട് സോളിഡായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് പീസ്. ഇതിൻ്റെ പല്ലു നമുക്ക് ഇതിപ്പോൾ ഒരു ടിഷ്യൂ പോലെ ഫുള്ളായിട്ട് ആ ഒരു ഗോൾഡൻ ജ്യൂറക്സിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ടെക്സ്ചർ കൊടുത്തിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഇനി വേറെ ഷെയ്ഡിൻ്റെ അകത്ത് കാണിച്ചിട്ട് അപ്പോൾ യു ക്യാൻ സീ ഇറ്റ് ബെറ്റർ. ദാറ്റ് വാസ് ക്രീം ഷെയ്ഡ്. ആൻഡ് ഇതിനകത്തൊരു ഇത് ഫുള്ളി ഫൂഷ്യ പിങ്ക് അല്ല, എന്നാലും ആ ഒരു ടോണിലോട്ടാണ് പോയേക്കുന്നത്. പിന്നെ പല്ലുവിൻ്റെ വീവിങ് ടെക്സ്ചർ എനിക്കൊന്നും ഇതിനകത്ത് കുറച്ചും കൂടി കാരണം ഒരു ടെക്സ്ചേർഡ് ഫീൽ കൊടുത്തിട്ടുള്ള ഒരു ഇതിലാണ് അതിൻ്റെ ഒരു ഇറഗുലറായിട്ട് അതിനെ വീവ് ചെയ്തെടുത്തേക്കുന്നത്. ദിസ് ഇസ് ദി പിങ്ക് ഷെയ്ഡ്. ഒരു സൺസെറ്റ് അല്ലെങ്കിൽ ചെറിയൊരു പീച്ച് ടിൻറ്റ് വന്നിട്ടുള്ള ഒരു റാണി പിങ്കിൻ്റെയും അടുത്തോട്ട് പോയേക്കുന്ന ഒരു ഷെയ്ഡാണ്. 1099 റേഞ്ചിലാണ് നിൽക്കുന്നത്. Next shade is very close to what I am wearing. ചെറുതായിട്ട് ആ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷെ ദിസ് ഹാവ് എ ലിറ്റിൽ ബിറ്റ് മോർ ഗ്രേ ഷെയ്ഡ് ടു ഇറ്റ്. ഇതാണ് എൻ്റെ ഇച്ചിരി കൂടി ഒരു ഗ്രേ ടോൺ വരുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസിനകത്ത് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഇതെല്ലാം കോഡ് വന്നിരിക്കുന്നത് 301 ആണ്. അപ്പോൾ ഡാർക്ക് ഗ്രേ ടോണാണ്. അത് കുറച്ചും കൂടി ഞാൻ ഉടുത്തിരിക്കുന്ന സാരി എന്തായാലും കുറച്ചും കൂടി ബ്ലൂയിഷ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് ദി ലുക്ക്. അപ്പോൾ ഇതിനകത്ത് വയലറ്റിൻ്റെ വരുന്നില്ല ആക്ച്വലി ഈ ഒരു ഷെയ്ഡിൻ്റെ അകത്ത്. ഇതിനകത്ത് കുറച്ചൊരു വയലറ്റിൻ്റെ എന്നിട്ട് കുറച്ചും കൂടി ലൈറ്ററാണ് ഞാൻ എടുത്തേക്കുന്ന ഓപ്ഷൻ. ദാറ്റ് വാസ് ഒരു ഡാർക്ക് ക്ലൗഡ് ഗ്രേ ഷെയ്ഡ് ടോൺ പോയിട്ടുണ്ട്. ദിസ് ഇസ് എ ലൈലാക്ക് ഷെയ്ഡ് അതിൻ്റെ ലുക്ക് വരുന്നത്. വെയർ ചെയ്യുമ്പോൾ അതാണ്.
നല്ല പ്ലീറ്റ്സാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ തന്നെയാണ്. ഇതിനകത്ത് വേറെ വലിയ ഡിഫറൻസസ് ഒന്നും വരുന്നില്ല, ലൂസിയാൻസ് ഒന്നും വരത്തില്ല. ടെക്സ്ചർ വെച്ചിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ദറ്റ് ഇറ്റ്സ് ഗോട്ട് എ സ്മൂതർ സർഫസ് ഓൺ ദി റൈറ്റ് സൈഡ്. ബാക്ക് സൈഡിനെ കാട്ടിലും തൊട്ട് നോക്കുമ്പോൾ നമുക്കത് വേറെ വേരിയേഷൻ വരത്തുള്ളൂ. അല്ലാണ്ട് അതിനകത്ത് റൈറ്റ് സൈഡും റോങ് സൈഡും തമ്മിൽ വേറെ വേരിയേഷൻസ് ഒന്നും വരുന്നില്ല. SK301 priced at 1099, budget friendly sarees.